സെൻട്രൽ എക്സൈസ് GST ആൻഡ് കസ്റ്റംസ് അഡീഷണൽ കമ്മീഷണർ എറണാകുളത്തെ ക്വാർട്ടേഴ്സിൽ തൂങ്ങി മരിച്ചു. അദ്ദേഹത്തിൻ്റെ സഹോദരി ആ ക്വാർട്ടേഴ്സിൽ തന്നെ തൂങ്ങി മരിച്ചതായിട്ട് കണ്ടു. അമ്മയും കട്ടിലിൽ മരിച്ചു കിടക്കുന്നു. ഇന്നലെ രാത്രിയിലാണ് ഈ സംഭവം റിപ്പോർട്ട് ചെയ്തത്. ജാർഖണ്ഡുകാരനായ IRSകാരനാണ് മനീഷ് വിജയ്. അദ്ദേഹം 1.5 വർഷമായിട്ട് ഈ ക്വാർട്ടേഴ്സിൽ താമസിക്കുകയായിരുന്നു. കഴിഞ്ഞ 4-5 മാസമായി അതിനുശേഷം അവിവാഹിതയായ സഹോദരിയും അമ്മയും ക്വാർട്ടേഴ്സിൽ താമസിക്കാൻ വന്നു. ഇതിനു മുമ്പ് അദ്ദേഹം കോഴിക്കോട് GST ആൻഡ് കസ്റ്റംസിൻ്റെ അവിടെ അഡീഷണൽ കമ്മീഷണറായിട്ട് ജോലി ചെയ്യുകയായിരുന്നു. അവിടുന്ന് താമസം ട്രാൻസ്ഫറായി എറണാകുളത്ത് വന്നപ്പോഴാണ് സീനിയർ കസ്റ്റംസ് ഉദ്യോഗസ്ഥന്മാരെ ക്വാർട്ടേഴ്സ് ആയ ആ ക്വാർട്ടേഴ്സിനകത്ത് ഇപ്പോൾ തൂങ്ങി മരിച്ച നിലയിൽ കാണപ്പെട്ടത്. ഈ സംഭവം ഈ അഡീഷണൽ കസ്റ്റംസ് കമ്മീഷണർ 10 ദിവസത്തെ ലീവിന് പോയി. അതിനുശേഷം അദ്ദേഹം ലീവ് കഴിഞ്ഞ് വരണം. എന്നാൽ കഴിഞ്ഞ 4 ദിവസമായി കൊച്ചിയിൽ അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ വന്നില്ല, ലീവിന് അപ്ലൈ ചെയ്തില്ല, ആരെയും വിളിച്ചില്ല. 4 ദിവസമായിട്ട് അദ്ദേഹത്തിനെ പറ്റി യാതൊരു വിവരമില്ല, ഫോൺ ചെയ്തിട്ട് എടുക്കുന്നില്ല. ഏതായാലും ആ ഓഫീസിലെ തന്നെ സഹപ്രവർത്തകരും മറ്റവരും എന്ത് സംഭവിച്ചു എന്നറിയാൻ ഇദ്ദേഹത്തിൻ്റെ ക്വാർട്ടേഴ്സിൽ ഇന്നലെ എത്തി. ഇന്നലെ വന്ന് ആ ക്വാർട്ടേഴ്സ് കോമ്പൗണ്ട് വാളുണ്ട്, സീനിയർ ഉദ്യോഗസ്ഥന്മാരുടെ ക്വാർട്ടേഴ്സാണ്. അവർ മതിൽ ചാടിക്കിടന്ന് അകത്ത് കയറി. വീടിൻ്റെ പിൻവശത്തെ ജനലിൽ കൂടെ നോക്കിയപ്പം ബെഡ്റൂമിൽ ഒരാൾ തൂങ്ങി നിൽക്കുന്ന കണ്ടു. അതിനുശേഷം അവർ മുൻവശത്ത് വന്ന് മുൻവശത്തെ ജനലിൽ നോക്കിയപ്പം മനീഷ് വിജയ് എന്ന അഡീഷണൽ കമ്മീഷണർ അദ്ദേഹം തൂങ്ങി നിൽക്കുന്നത് കണ്ടു. വിവരം പോലീസിനെ അറിയിച്ചു. തൃക്കാക്കര പോലീസ് ഉടനെ അവിടെ വന്നു. വീട് അകത്തു നിന്ന് പൂട്ടിയിരിക്കുകയാണ്. രാത്രി 10 മണിയായി. പോലീസ് സന്നാഹത്തോടെ ഫോറൻസിക്കും അതുപോലെ തന്നെ പോലീസ് കൃത്യസ്ഥലം മുഴുവൻ ഷൂട്ട് ചെയ്യാനുള്ള ആൾക്കാരും അങ്ങനെ ഫോറൻസിക് എക്സ്പെർട്ടുകളും മറ്റും അവിടെ എത്തിയപ്പോൾ 10 മണിക്ക് വാതിൽ ചവിട്ടി പൊളിച്ചു അകത്ത് കയറി നോക്കി. മനീഷ് വിജയ് തൂങ്ങി നിൽപ്പുണ്ട് ബെഡ്റൂമിൽ. സഹോദരിയും ബെഡ്റൂമിൽ തന്നെ തൂങ്ങി നിൽക്കുന്നു. അമ്മ മറ്റൊരു ബെഡ്റൂമിൽ അമ്മ മരിച്ചു കിടക്കുന്നു. അമ്മ കട്ടിലിൽ നീണ്ടു നൂർന്ന് മരിച്ചു കിടക്കുകയാണ്. പക്ഷേ അമ്മയുടെ മൃതദേഹത്തിൽ ഒരു വെള്ള തുണി പുതപ്പിച്ചിട്ടുണ്ട്. ആ മൃതദേഹത്തിന്റെ വെള്ള തുണിയുടെ പുറത്ത് ചില പൂക്കൾ വിതറിയിട്ടുണ്ട്. ആ ബെഡ്റൂമിൽ അമ്മ മരിച്ചു കിടക്കുന്നതിൻ്റെ അടുത്ത് ആ കട്ടിലിൽ തന്നെ അമ്മയുടെയും മകൻ മനീഷ് വിജയുടെയും സഹോദരി ശാലിനി വിജയുടെയും 3 പേരുടെ ഫോട്ടോ അമ്മയുടെ മൃതദേഹത്തിനടുത്ത് വച്ചിട്ടുണ്ട്. ആ കുടുംബം എത്ര ചേർന്നാണ് നിൽക്കുന്നതെന്നാണ് മനസ്സിലാകുന്നത്. അമ്മയുടെ അതിരറ്റ സ്നേഹം 2 മക്കൾക്കും. മകൻ മനീഷ് വിജയ് അവിവാഹിതനാണ്, സഹോദരി ശാലിനിയും അവിവാഹിതയാണ്. ഇവർ 4-5 മാസമായി ഈ വീട്ടിൽ വന്നിട്ട്. കഴിഞ്ഞ 1.5 വർഷമായി മനീഷ് വിജയ് ഒറ്റയ്ക്കായിരുന്നു ഈ സീനിയർ കസ്റ്റംസ് ഉദ്യോഗസ്ഥരുടെ ക്വാർട്ടേഴ്സിൽ താമസിച്ചുകൊണ്ടിരുന്നത്. 3-4 മാസമായിട്ട് അവർ വന്നിട്ടുള്ളൂ. എന്താണ് പ്രശ്നം? മരണത്തിന്റെ ആത്മഹത്യക്ക് കാരണം എന്ത്? അമ്മ മരിച്ച് സഹിക്കാൻ വയ്യാഞ്ഞിട്ട് ഇവർ 2 പേരും ആത്മഹത്യ ചെയ്തതാണ്. അമ്മയോട് അതുപോലെ അറ്റാച്ച്ഡ് ആണ് ആ 2 മക്കളും. മറ്റൊരു വാർത്ത വരുന്നത് CBI ഇദ്ദേഹത്തിനെ ചോദ്യം ചെയ്യാനായിട്ട് വിളിക്കും എന്ന ഭയം. അത് GST ആൻഡ് കസ്റ്റംസിന്റെ അഡീഷണൽ കമ്മീഷണറായി ജോലി ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ആരോപണം അദ്ദേഹത്തിന്റെ പേരിൽ ഉണ്ടാവാം, കോഴിക്കോട് ഇരുന്നപ്പോൾ ഉള്ളതായിരിക്കാം. എന്തായാലും CBI ചോദ്യം ചെയ്യാൻ ഇരിക്കുകയാണ് എന്നൊരു വാർത്ത വരുന്നുണ്ട്. സൂയിസൈഡ് നോട്ട് എഴുതിയിട്ടുണ്ട്, ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട്. അതെന്തായാലും ആ വിവരം പോലീസ് പുറത്തേക്ക് വിട്ടിട്ടില്ല.
അമ്മയുടെ മരണശേഷമാണ് രണ്ടുപേരും ആത്മഹത്യ ചെയ്തതെന്ന് ഉറപ്പായി. കാരണം അമ്മയെ അവർ വെള്ള പുതപ്പിച്ച് കിടത്തി ആ കട്ടിലിലെ ആ വെള്ളയുടെ പുറത്ത് പൂക്കൾ വെച്ചതിൽ നിന്നും രണ്ടു മക്കളും ദുഃഖാർത്തരാണ് അമ്മയുടെ വിയോഗത്തിൽ. അമ്മയ്ക്ക് പ്രായം ഏകദേശം 60-65 വയസ്സുണ്ടാവണം. എന്തെങ്കിലും അസുഖം ഉണ്ടോ എന്ന് നമുക്കറിയത്തില്ല. ഏതായാലും രാത്രി 10 മണിക്ക് പോലീസ്, തൃക്കാക്കര പോലീസ് ആ മുറി ചവിട്ടിപ്പൊളിച്ച് അകത്ത് കയറി പരിശോധിച്ചു. ഇൻക്വസ്റ്റ് തയ്യാറാക്കി. രാത്രി തന്നെ കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് മൃതദേഹം മാറ്റിയിട്ടുണ്ട്. ഈ വീടിന്റെ മുമ്പിലെ ആ ഗ്രൗണ്ടിലൊക്കെ കളിച്ചുകൊണ്ടിരുന്ന കുട്ടികൾക്ക് അസഹ്യമായ മണമുണ്ടായിരുന്നു 2 ദിവസമായിട്ട്. അങ്ങനെ വാർത്ത വരുന്നുണ്ട്. ഇദ്ദേഹം 4 ദിവസമായിട്ട് ഫോൺ എടുക്കാത്തത് എന്തുകൊണ്ട് ഓഫീസിൽ വരുന്നില്ല എന്നന്വേഷിച്ച് അദ്ദേഹത്തിന്റെ ക്വാർട്ടേഴ്സിൽ വന്നവർക്കാണ്. അവരാണ് ഇത് കണ്ടത്. രൂക്ഷമായ ഗന്ധം വീടിനകത്തുനിന്ന് പുറത്തേക്ക് വരുന്നുണ്ട്. ഇന്നലെ പോലീസ് വന്നപ്പോൾ എല്ലാവരും മാസ്ക് ധരിച്ചു. 1-2 മാസ്കുകൾ ധരിച്ചു. മനുഷ്യ ശരീരം അത് ചീഞ്ഞഴുകിയാൽ അതിരൂക്ഷമായ ഗന്ധമാണ്. മൃഗങ്ങളോ ഒക്കെ ചീഞ്ഞഴുകുന്ന പോലെയല്ല, അതിൻ്റെ ഇരട്ടി ദുർഗന്ധമാണ് മനുഷ്യ ശരീരം ചീഞ്ഞഴുകുമ്പോൾ. അതുകൊണ്ട് പോലീസ് ഉദ്യോഗസ്ഥരെല്ലാം ഗ്ലൗസും മാസ്കും ഒക്കെ ധരിച്ചു. അതിനുശേഷം അത് ഫോട്ടോഗ്രാഫി ചെയ്യാനായിട്ട് ആ വാതിൽ പൊളിക്കുന്നിടം മുതൽ ഫോട്ടോഗ്രാഫി ചെയ്യാനായിട്ട് പോലീസ് ഫോട്ടോഗ്രാഫറെ വന്ന ശേഷമേ നടപടി തുടങ്ങിയിട്ടുള്ളൂ. ഫോറൻസിക്കാർ ഡോക്ടർ എത്തിയിരുന്നു. മറ്റു വിവരങ്ങളൊന്നും കൂടുതൽ അറിയാൻ ഇപ്പം സാധിക്കുന്നില്ല. ഇത് കാണാപ്പാടം പടമുകൾ റോഡിലാണ് സെൻട്രൽ എക്സൈസിന്റെ ഈ ക്വാർട്ടേഴ്സ് സ്ഥിതി ചെയ്യുന്നത്. മൃതദേഹത്തിന് ഇപ്പം 4 ദിവസത്തെ പഴക്കമുണ്ട്. അദ്ദേഹം 10 ദിവസത്തെ ലീവിന് പോയി വന്നതിന് ശേഷമായിരിക്കണം ഈ സംഭവം നടന്നിരിക്കുന്നത്. കാരണം 4 ദിവസമായിട്ട് ഓഫീസിൽ വരുന്നില്ല എന്നാണ് പറയുന്നത്. അവർ ഫോൺ ചെയ്തിട്ടും ഫോൺ എടുക്കുന്നില്ല. കഴിഞ്ഞ 4 ദിവസമായി ആ ക്വാർട്ടേഴ്സിൽ ലൈറ്റൊന്നും ഇല്ലായിരുന്നു എന്ന് പറയുന്നുണ്ട്. ഏതായാലും 6 മണിക്ക് ആദ്യത്തെ മൃതദേഹം തൂങ്ങി നിൽക്കുന്ന കണ്ടു ശാലിനി. 7 മണിയോടുകൂടി ഈ വിജയ് അദ്ദേഹം തൂങ്ങി നിൽക്കുന്നതും കണ്ടു. പിന്നീട് ആണ് വാതിൽ തുറന്നപ്പോഴാണ് അമ്മ കട്ടിലിൽ മരിച്ചു കിടക്കുന്നത് കണ്ടത്. സൂയിസൈഡ് നോട്ട് ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. എങ്കിലും അത് അടുത്ത ദിവസങ്ങളിൽ മാത്രമേ ഈ വിവരങ്ങൾ വരികയുള്ളൂ. ഇത്ര ഉന്നതനായ ഒരു പോസ്റ്റിലിരിക്കുന്ന ഒരു വ്യക്തി എന്തുകൊണ്ടാണ് ആത്മഹത്യ ചെയ്തത്? അദ്ദേഹം കറപ്റ്റഡ് ഉദ്യോഗസ്ഥനായിരുന്നു. അത് തന്നെയായിരുന്നു CBI വരാൻ കാരണം. അത് സൂയിസൈഡ് നോട്ടിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ ആ വിവരങ്ങളൊക്കെ കാണും. പോലീസ് അത് ഇതുവരെ വെളിയിൽ വിട്ടിട്ടില്ല. ഏതായാലും മനീഷ് വിജയ് അവിവാഹിതനാണ്. 43 വയസ്സുണ്ട്. അദ്ദേഹത്തിന്റെ സഹോദരി ഇളയതാണോ മൂത്തതാണോ എന്നും അറിയില്ല. ഏതായാലും ആ കുടുംബം പരസ്പരം സ്നേഹിച്ച് നടന്ന ഒരു കുടുംബമാണ്. ഒന്നിച്ച് അവർ യാത്രയാകുന്നു. അതുകൊണ്ട് തന്നെ ആയിരിക്കാം. എന്തായാലും അമ്മയുടെ മരണകാരണം പോസ്റ്റ്മോർട്ടം കഴിഞ്ഞെങ്കിലേ അറിയത്തുള്ളൂ. മറ്റു 2 പേരും തൂങ്ങി നിൽക്കുന്നതിൽ നിന്ന് അവർ ആത്മഹത്യ ചെയ്തതാണെന്നും അമ്മയുടെ മരണം സഹിക്കാതെ ആത്മഹത്യ ചെയ്യാം. ഇനി CBI എന്തെങ്കിലും നോട്ടീസ് കിട്ടിയോ അങ്ങനത്തെ എന്തെങ്കിലും കൊണ്ട് പേടിച്ച് ഭയപ്പെട്ട് അവർ ആത്മഹത്യ ചെയ്താണോ അതും അറിയത്തില്ല. എന്തായാലും 1.5 വർഷം ഈ വീട്ടിൽ ഈ കോട്ടേഴ്സിൽ തനിച്ച് താമസിച്ച ശേഷം അമ്മയും സഹോദരിയും 3-4 മാസം കൊണ്ട് ലീവ് എടുത്തപ്പം അത് എന്തിനാണ് ലീവ് എടുത്ത് എങ്ങോട്ട് പോയി എന്നറിയില്ല. 3-5 മാസമായിട്ട് അമ്മയും സഹോദരി ആ വീട്ടിൽ താമസമുണ്ട്. ഏതായാലും ആ 3 പേരും ഒന്നിച്ച് യാത്രയായി എന്നുള്ളതാണ് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. ആ സീനിയറായ ഉദ്യോഗസ്ഥന് പോലും, മനീഷ് വിജയ്ക്ക് പോലും അവർക്കുണ്ടാകുന്ന മാനസിക സംഘർഷം അത് സഹിക്കാൻ കഴിയുന്നില്ല. അത് ഏത് രീതിയിലാണ് ഉണ്ടായെന്നറിയില്ല. നല്ല ശമ്പളമുള്ള ഉദ്യോഗസ്ഥനാണ്. കുടുംബത്തിന് സാമ്പത്തിക പ്രശ്നമൊന്നും കാണില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ GSTയുടെ കസ്റ്റംസിൻ്റെയും ഒരു അഡീഷണൽ കമ്മീഷണർക്ക് പണം കിട്ടാനുള്ള ധാരാളം മാർഗങ്ങളുണ്ട്. ആരെങ്കിലും അങ്ങനെ കൊണ്ടുപോയി ചതിച്ചിട്ടുണ്ടോ എന്നറിയത്തില്ല. എന്തായാലും അടുത്ത ദിവസങ്ങളിൽ നമുക്ക് മരണകാരണം എന്തുകൊണ്ടാണ് 3 പേരും, അല്ലെങ്കിൽ അമ്മ മരിച്ചതിനെ തുടർന്ന് മക്കൾ ആത്മഹത്യ ചെയ്തതാണോ, അതോ 3 പേര് അമ്മയെ ഇവരെ കൊന്ന ശേഷം 2 പേരും ആത്മഹത്യ ചെയ്തതാണോ? കാരണം വരും ദിവസങ്ങളിൽ കൂടുതൽ പ്രതിസന്ധികൾ ഉണ്ടാകുന്നതിൻ്റെ അത് ഫേസ് ചെയ്യാനായിട്ടുള്ള മാനസികമായ കഴിവ് ഇല്ലാത്ത ഒരു കുടുംബമായിരുന്നോ ഇത്? എന്തായാലും ശരി, 3 പേരുടെ ആത്മഹത്യയുടെ കാരണങ്ങൾ നമുക്ക് അടുത്ത ദിവസങ്ങളെ അറിയാൻ കഴിയുള്ളൂ.